ഓക്കെ പറഞ്ഞോ. ഞങ്ങളപ്പം പുഷ്പ 2 കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു സീന് പോവും, പിന്നെ നല്ല സീൻ വരും, പിന്നെ ഇങ്ങനെ പോവും, പിന്നെ കുറെ ഇന്റർവെല്ലിൽ അടുപ്പിച്ചായപ്പോഴത്തേക്കും ഒരേ ലെവലിൽ അങ്ങ് പോയി. ആശിക്ക് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് മൊത്തത്തില് ഒരു മാസമായിട്ട് തോന്നി, മാസ് പടമായിട്ട് തോന്നി. പിന്നെ ലോജിക്കലി അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അടിയെന്നല്ല, മൊത്തത്തില് ലോജിക്കില്ല. പക്ഷെ എന്നാലും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് പോലെ തോന്നും. ജപ്പാനിൽ തുടങ്ങിയിട്ട് മുല്ലശ്ശേരി തറവാട്ടിലാണ് തീർന്നത്. അപ്പം വേറൊന്ന് പറഞ്ഞാൽ പുഷ്പ 3 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാല് പാട്ടൊക്കെ എന്ന് പറഞ്ഞാല് ഡാൻസ് ഒക്കെ ഭയങ്കര റിസ്കി ഡാൻസാണ്. അത് നമുക്ക് സാധാരണപ്പെട്ടവർക്കൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത്ര റിസ്കി ഡാൻസ്. അല്ലു അർജുൻ അടിയിലാണെങ്കിലും ഡാൻസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. ഫഹദ് ഫാസിലിന്റെ പൊന്നോരശീല. ഫഹദ് ഫാസിൽ നല്ല അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി വരുമ്പോ നല്ലൊരു ഇൻട്രസ്റ്റ് വരും. ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്തിട്ടുള്ള, അതായത് ഒന്നിച്ചു പറഞ്ഞ സീനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടോണ്ടിരിക്കാൻ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ശ്രീവല്ലി ചേച്ചി വരും. ശ്രീവല്ലി ചേച്ചി പോയി, അപ്പൊ അവിടെ സീൻ പോയി. അത് ശ്രീവല്ലി ചേച്ചിയെ തൊട്ട് അപ്പ ചേച്ചിക്ക് ഫീലിങ്സ് ആയി. അപ്പൊ അത് കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംസാരത്തിന്റെ ഇടയിലും അതങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ചളി പോലെ ആയിപ്പോയി, അത് തോന്നി. പിന്നെ വേറെ എന്തുണ്ട്? എവിടേക്കോ ഇനി കൂട്ടി യോജിപ്പിക്കാനുണ്ട്. അതിന് അടുത്ത പാർട്ടിലായിരിക്കും. ജപ്പാനിലാണ് തുടങ്ങുന്നത്. ജപ്പാനിൽ തുടങ്ങി പിന്നെ കഥ ഓരോ സൈഡിലൂടെ ഇങ്ങനെ ചാടി പോയി. കണ്ടിന്യൂറ്റി പലയിടത്തും വിട്ടുപോകുന്നുണ്ട്. കണ്ടിന്യൂറ്റി പലതിലും ഉണ്ട്. അതെ, 3 കണക്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. പിന്നെ വേറെന്താ? ചാച്ചിക്ക് ഏത് സീനെ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഫഹദ് ഫാസിലിന്റെ എല്ലാ സീനും ഇഷ്ടപ്പെട്ടു. ഫഹദ് ഫാസിൽ അടിപൊളി. പുള്ളി വേറൊരു റേഞ്ചിലുള്ള ഇന്റർനാഷണൽ താരമായി മാറിയിരിക്കുന്നു. പുള്ളിയുടെ റോള് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുഷ്പരാജിന്റെ സൈഡല്ല, ഞാന് നമ്മുടെ ശിഖാവത്തിന്റെ സൈഡാണ്. ഫാഫയുടെ സൈഡിലാണ്. ഫാഫ ചെയ്യുന്ന എനിക്ക് ഫാഫയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പുള്ളി ചെയ്യുന്നതിൽ 100-ൽ 70% ശരിയുണ്ട്. പുള്ളിയുടെ ജോലി ചെയ്യുന്നുണ്ട്, കൈക്കൂലി വാങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് ഒരു ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കള്ളത്തരത്തിന് നിന്ന് കൊടുക്കും. പക്ഷെ എനിക്ക് പുഷ്പരാജിനെയാണ് മലയാളിയുന്നുണ്ടായിരിക്കും ഫാസിലിനോട് അത്ര സ്നേഹം തോന്നുന്നു. ഫാസിലിനെ എവിടെയെങ്കിലുമൊക്കെ ഒരു വിഷമം വരും. പിന്നെ ലോറിയുടെ ചേസിങ് സീനില്ലേ, അതൊക്കെ കൊള്ളാം, ഫാഫയായിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സാരി ഉടുത്തിട്ട് 2 സ്റ്റണ്ട് ഉണ്ട്, അത് കൊള്ളാം. പിന്നെ സാരി ഉടുത്തിട്ട് തന്നെ അല്ലു അർജുന്റെ ഒരു ഡാൻസ് ഉണ്ട്, കാളിയെ പോലെയൊക്കെ മറ്റു, അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സാരി ഉടുത്ത സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാസമായി. എനിക്കൊന്നും തിയേറ്ററിൽ ഇരുന്നാൽ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് പറഞ്ഞത് വാ കൊണ്ടുള്ള അടിയാണ്. അത് കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്. അപ്പം വാ കൊണ്ടുള്ള സ്റ്റണ്ട് ആയതുകൊണ്ട് നമ്മള് വാഗണ്ട് സംസാരിക്കുന്ന പക്ഷെ വാ കൊണ്ടുള്ള അടിയാണ്. പറന്ന് വാഗണ്ട് കഴുത്തിനൊക്കെ കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ആ സ്റ്റണ്ടൊക്കെ കണ്ടോണ്ടിരിക്കാൻ അത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൂടി വരുമ്പോഴത്തേക്കും ആ സ്റ്റണ്ടും വേറെ ആദ്യം സാരി കൊടുത്തിട്ടൊരു സ്റ്റണ്ടും ഉണ്ട്, അതും ഭയങ്കര രസമായിട്ട് തോന്നും മ്യൂസിക്കിന്റെ ഇതിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും. ഈ രണ്ടാമത്തെ ലാസ്റ്റ് പറഞ്ഞതാണ് രണ്ടാമത്തെ സാരി എടുത്തുള്ള സ്റ്റണ്ട്, അതും നല്ല രസമുണ്ട്. നമ്മൾ സമയം പോണതറിയില്ല, കുറച്ച് ടൈം ഉണ്ടെന്നുണ്ട് ആ സ്റ്റണ്ട്, അത് സമയം പോണതറിയില്ല. അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 3.5 മണിക്കൂറുണ്ട് സിനിമ. 3.5 മണിക്കൂറുണ്ട് സിനിമ. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയാണ്. ഇന്റർവെല് പറഞ്ഞത് 3:15 ഒന്നല്ല. അപ്പൊ നമ്മള് 12 മണിക്ക് കയറി, 12:15 സിനിമ തുടങ്ങി. അങ്ങനെയല്ലേ? 12 മണിക്കാണ് സിനിമ തുടങ്ങി. 1:45 ഇന്റർവെല് വന്നത്, 1:45 പിന്നെ ഒരു 15 മിനിറ്റ് ഇന്റർവെല്, പിന്നെ 2 മണിക്ക് വീണ്ടും പടം തുടങ്ങിയിട്ട് 3:30 പടം തീർന്നെന്ന് പറയാൻ പറ്റില്ല. അത് പുഷ്പ 3 എന്നുള്ള രീതിയിൽ ഒരു കണ്ടിന്യൂറ്റിയോട് കൂടിയാണ്. അത് തന്നെ, എൻഡിങ് ഉണ്ടായിരുന്നില്ല, കണ്ടിന്യൂറ്റിയോട് കൂടി. പിന്നെ ചാച്ചി ഇഷ്ടപ്പെടാത്ത സീൻ ഏതാ? ഇഷ്ടപ്പെടാത്ത സീൻ എന്ന് പറയുന്നത് മറ്റേ ശ്രീവല്ലിയുടെ ശ്രീവല്ലി ശ്രീവല്ലി ഒരു ഇച്ചിരി
അത് ശ്രീവല്ലി മാസ് ഡയലോഗ് പറയുന്ന സീനൊക്കെ ഉണ്ട്, പക്ഷെ അത് അവിടെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേതാണെന്നറിയോ, നമ്മള് ലാസ്റ്റ് അതായത് പുഷ്പ അതായത് ചേട്ടന്റെ മോളെ കഥ ഇതാക്കുമ്പോ ആ ഒരു ഇതില് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നേരം പറയുന്ന ഡയലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അല്ലാതെ പിന്നെ ഒരെണ്ണമുണ്ട്, ഷോൾഡറിൽ നിന്ന് തീ കത്തിച്ച് സിഗരറ്റ് വലിക്കണ സീൻ. ആ സമയത്ത് അടുത്തിരിക്കണവരൊക്കെ ഒടുക്കത്തിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ പാട്ടിന്റെ ലാസ്റ്റ് കാണിക്കണം, പക്ഷെ അതൊക്കെ ഭയങ്കര ഓവറായി പോയതുപോലെ, ചില സീന് ഭയങ്കര ഓവറായി പോയതുപോലെ തോന്നും. മൊത്തത്തിൽ നോക്കണമെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യും. തുടക്കത്തിൽ കുറച്ചു നേരം ഒരു അശോ ഇത് എങ്ങോട്ടാണ് ഈ പോണത്, കുറച്ച് ചളിയും കുറച്ച് ഓവർ ഇതൊക്കെ വന്നിട്ട്. അതല്ല, അതായത് പുഷ്പരാജിന്റെ ഈ ഒരു എൻട്രി ഉണ്ടല്ലോ, ഫസ്റ്റ് എൻട്രി, അതൊരു ഇത്തിരി സഹിക്കത്തില്ല. എന്നാലും സിനിമയാണ്, അതൊരു എനിക്ക്. പക്ഷെ ഫാസിന്റെ നമ്മളത് അത്ര ലോജിക്കൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി. വലിയ ലോജിക്കിലോട് ചിന്തിച്ച് ആ സിനിമ കാണാതിരുന്നാൽ മതി. നമ്മൾ ഈ സിനിമയിൽ എപ്പോഴും അറിയാമല്ലോ, ഫാസിന്റെ എൻട്രി അപ്രതീക്ഷിതമല്ലായിരുന്നു. അത് കൊള്ളായിരുന്നു. പക്ഷേ പുഷ്പരാജ് ക്യാരക്ടർ എല്ലാം കറക്റ്റ് ഫസ്റ്റിലുള്ളവർ തന്നെ അതെല്ലാം കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്നും വേറൊന്നും കയറി പറഞ്ഞില്ലല്ലോ, എല്ലാം കറക്റ്റ് ആ കഥയുടെ തന്നെയാണ് സെക്കൻഡിലുള്ളത്. അതൊന്നും മാറ്റമൊന്നുമില്ല. ബാക്കി എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന കാണുക. മ്യൂസിക് ഒക്കെ കാണുമ്പോ സ്റ്റണ്ട് ഭയങ്കര ഇതായിട്ട് വന്നു. പുറമാക്രി അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പാട്ടൊക്കെ നല്ലതാണ്. പാട്ട് മലയാളീകരിച്ച് വരുമ്പം നമുക്ക് മലയാളത്തിൽ അത്ര ദഹിക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും പാട്ടൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് ഭയങ്കര എടുത്തു വെച്ചിട്ടുള്ള അതൊക്കെ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ഈ ആർട്ട് വർക്കൊക്കെ ഭയങ്കര ക്യാമറയും കുഴപ്പമില്ലെന്നുള്ള മറ്റേ ജപ്പാനിന്നുള്ള എൻട്രിയും സ്റ്റണ്ടും ഒക്കെ പറഞ്ഞത് അതും കൊള്ളാം. ജപ്പാനിലെ എൻട്രി എന്ന് പറയുന്നത് ഒരു ഇത്തിരി അതൊരു കുറച്ച് കൂടിപ്പോയതുപോലെ തോന്നി, കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടായിരിക്കും എന്തോ ഫാസിലിന്റെ എൻട്രി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിങ്ങനെ പെട്ടെന്ന്. അതെ, അല്ല മൊത്തത്തില് നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ രജനീകാന്ത് സിനിമകളൊക്കെ കണ്ടറിയാൻ പറ്റും. രജനീകാന്ത് സിനിമകളിൽ അത്രയും ഇത് തന്നെ ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് അതേപോലെയൊക്കെ നമ്മളൊരു ലോജിക്കില്ലാതെ സ്റ്റണ്ടുകൾ കാണണം. പിന്നെ അവരുടെ ഐഡിയകള്, പിന്നെ വൈഫിന്റെ ഒരു നിസ്സാര ആഗ്രഹം നടക്കാത്തത് കൊണ്ട് മന്ത്രിസഭ മൊത്തത്തിൽ ചേഞ്ച് ആക്കണം റിസ്ക് എടുത്തിട്ട്. അതൊക്കെ ഉള്ളു. പിന്നെ ആ സംഭവങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. അതിന് ബേസ് ചെയ്തല്ലേ പിന്നെ പറഞ്ഞത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മന്ത്രിസഭ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരണ ഓരോ ഐഡിയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പിന്നീട് വരുന്നത്. അങ്ങനെ അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഭയങ്കര ചളവും അതൊന്നുമല്ല. തുടക്കം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കാന്ന് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ. കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് പുഷ്പയുടെ ഏകദേശം അതേ രീതിയിലൊക്കെ തന്നെ വരും. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ കളർഫുൾ ആക്കി മണി പവർ പിന്നെ സ്റ്റണ്ടൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. സ്റ്റണ്ടൊക്കെ ഒരു സ്റ്റണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് മേലുണ്ട്. 15 ലാസ്റ്റ് ഒരു സ്റ്റണ്ട് 15 മിനിറ്റ്. അത് ഭയങ്കര അടിയാണ്. അത് കൊള്ളാം. അത് അറിയില്ല, അത്രയും നേരം ഉണ്ടെന്ന് അറിയില്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ ലയിച്ചിരിക്കുമ്പോഴത്തേക്കും ഇത് മാത്രമേ ഉള്ളൂ വാ കൊണ്ടുള്ള സ്റ്റണ്ട്. അത് തോന്നൂല, ആ സമയത്ത് തോന്നൂല. പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പം മൊത്തം വാ കൊണ്ടാണല്ലോ ചെയ്തത് എന്ന് വിചാരിക്കും. അപ്പൊ എല്ലാരും പോയി കാണുക. ഞങ്ങൾ പോയി കണ്ടു. നീ ഇതില് ഈ സിനിമ കണ്ടതില് 10 എത്ര മാർക്ക് കൊടുക്കും പുഷ്പയ്ക്ക്? എനിക്ക് ഒരു 10 7 കൊടുക്കാം. മറ്റേ ശ്രീവല്ലി ചേച്ചിയുടെ കുറച്ച് സംഭവങ്ങൾ അത് എനിക്ക് തോന്നുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടി വെച്ചതാണെന്നുണ്ട്. പക്ഷെ അത് നമുക്കങ്ങോട്ട് രസിക്കൂല. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അവരുടെ ഒരു ലവിന്റെ ഇതിന് വേണ്ടിയിട്ട് വെച്ചതായിരിക്കും. പക്ഷെ അത് അത്രയ്ക്ക് വേണ്ടായിരുന്നു തോന്നും. ആദ്യത്തെ കൂടിപ്പോയി. പക്ഷെ ഇത് എനിക്ക് 10 8.5 കൊടുക്കാം. കാര്യം വെച്ചാൽ എനിക്ക് ഫഹദ്ഫാസിന്റെ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫഹദ്ഫാസിന്റെ പുള്ളിയുടെ ക്യാരക്ടർ ചെയ്ത എല്ലാ സീനുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനത്തെ ആ സീൻ വരെയും, അതായത് ആ സീൻ വരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിർത്തുന്നത്. അയ്യോ അതെവിടെയാണ് അത് സംഭവിച്ചത്? 2 സ്ഥലം കാണിക്കും. അതില് അതെവിടെയായിരിക്കും സംഭവിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ലാസ്റ്റ് നിർത്തുന്നത്. അതൊരു ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആണത്. ട്വിസ്റ്റ് എന്നല്ല, നമ്മൾക്ക് ഇനി അടുത്ത സിനിമയിൽ അത് എവിടെയാണ് അത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അവിടാണോ ഇവിടാണോ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. എല്ലാരും പോയി കാണുക.
ഓക്കെ, എല്ലാവരും ടാറ്റാ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.